ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉത്രാടം ദിനത്തിൽ നമ്മൾ വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയുമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ളത് പച്ചക്കായ 4 എണ്ണം, ശർക്കര 6 എണ്ണം, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചുക്കുപൊടി 2 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് പച്ചക്കായയുടെ കറ കളയണം. അതിനായിട്ടൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് പച്ചക്കായ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ശർക്കരപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചക്കായ കുറച്ച് കട്ടിയിലാണ് അരിയുന്നത്. പിന്നെ അത് മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിലൊക്കെ കുറച്ച് എണ്ണ തേക്കാം. അതാകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നും കറിയാവില്ല. പച്ചക്കായ മൊത്തം മുറിച്ചിട്ട് അതൊരു അരമണിക്കൂർ ഈ മഞ്ഞൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നന്നായിട്ട് അതിൻ്റെ കറിയൊക്കെ പോവുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. മീഡിയം ഹീറ്റിലേ വറുക്കാൻ പാടുള്ളൂ. അധികം ചൂടായാൽ പുറത്ത് മാത്രമേ ഫ്രൈ ആയിട്ട് വരുള്ളൂ, അകത്ത് ഫ്രൈ ആവില്ല. അപ്പോൾ മീഡിയം ഹീറ്റിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ളൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഫ്രൈ ആയിട്ടുണ്ടെന്നാണ് നന്നായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്രൈ ചെയ്ത പച്ചക്കായ ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ശർക്കര വെച്ചിട്ട് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പച്ചക്കായ കോട്ട് ചെയ്യാനായിട്ട് ശർക്കര മെൽറ്റ് ചെയ്യാം. ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിലുള്ള പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശർക്കരപ്പാനി വീണ്ടും നമുക്ക് പാനിലേക്ക് തന്നെ ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചക്കായ തീരെ ചൂടുണ്ടാവാൻ പാടില്ല. ഉള്ളിലൊക്കെ നന്നായിട്ട് തണുക്കണം. അപ്പോൾ നിങ്ങൾ ഇന്നാണിത് ഫ്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് കിട്ടും. കോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും. ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടത് നിർത്താതെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഡ്രൈ ആവുന്നത് വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ശർക്കര ഉപ്പേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വറുത്തുപ്പേരിയാണ് ഉണ്ടാക്കാനുള്ളത്. വറുത്തുപ്പേരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിനാകെ ആവശ്യമുള്ളത് പച്ചക്കായയും കുറച്ച് ഉപ്പുവെള്ളവും മാത്രമാണ്. പച്ചക്കായ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ മുറിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. വറുത്തുപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചക്കായ കുറച്ചും കൂടെ തിന്നായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. പച്ചക്കായ അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം.
പച്ചക്കായ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് പച്ചക്കായ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തുപ്പേരിയും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് രണ്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കുക. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.